Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the marketing strategies in different stages of product life cycle. Product passes through different stages of its life cycle. Every stage possesses different opportunities and challenges to the marketer. Each stage is unique, which requires different set of marketing strategies to prolong the life cycle. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ് എന്ന് പഠിച്ചിരുന്നു. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ലൈഫ് സ്പാനിൽ പല സ്റ്റേജിലൂടെ കടന്നു പോകും. ആ ഒരു പ്രോജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ പല സ്റ്റേജസിലൂടെ കടന്നു പോകും. ഓരോ സ്റ്റേജസിനും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസും ചലഞ്ചസും ആ ഒരു മാർക്കറ്ററുണ്ടാവും. ഒരു മാർക്കറ്ററിന് ഒരു പ്രോഡക്റ്റ് അതിൻ്റെതായ ലൈഫ് സൈക്കിളിലെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് ചലഞ്ചസും ഉണ്ടാവും. ഓരോ സ്റ്റേജസിനും അതിൻ്റെതായ യുണീക്ക് സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മാത്രമേ ഓരോ സ്റ്റേജസും ഓവർകം ചെയ്യാനും മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കാനും ആ ഒരു പ്രോഡക്റ്റിന് നല്ലൊരു ലൈഫ് സൈക്കിൾ ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. The different phases or stages of product life cycle are categorized as introduction stage, growth stage, maturity stage, saturation stage, decline and abandonment stage of the product. Now let us look into the marketing strategies implemented in each of these stages of a product. At first, let us see what are the strategies used in introduction stage. It is marked with slow growth in sales and very little or no profit. At this stage, marketing efforts should be focused on building brand and product awareness. Introduction stage il nammal follow cheyunna strategy endana? നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് പുതിയതായി ഒരു മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് ഗ്രോത്ത് വളരെ കുറവായിരിക്കും, പ്രോഫിറ്റ് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയുന്ന സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് എഫേർട്സ് കൂടുതലായിട്ട് നമ്മുടെ ആ പ്രോഡക്റ്റ് ബ്രാൻഡിനെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ മാർക്കറ്റിംഗ് എഫേർട്സ് എല്ലാം ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ദ സ്റ്റേജ് ഇൻക്ലൂഡ്സ് പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ കൂടുതലും നമ്മൾ കൃത്യമായ പ്രൈസിങ്ങും കൃത്യമായ പ്രൊമോഷൻ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഫോളോയിങ് ആർ ദ പോസിബിൾ സ്ട്രാറ്റജീസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് സ്റ്റേജ്. റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി. Price skimming is a pricing strategy in which marketer sets a relatively high initial price for a product or service initially and lower the price over time. Price skimming strategy എന്ന് പറയുന്നത് ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. എത്തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ പുതിയതായി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇനിഷ്യലി ഹൈ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നല്ല കൂടിയ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടാവുന്നതനുസരിച്ച് പ്രൈസ് ലോവർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് പ്രൈസ് സ്കിമ്മിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി യൂസസ് ഹൈ പ്രൈസ് ആൻഡ് ഹൈ പ്രൊമോഷൻ എക്സ്പെൻസ് for new products to face competition and establish market share quickly. The strategy is to skim the cream from the market. റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഹൈ പ്രൈസ് ആൻഡ് ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ്. നമ്മൾ തുടക്കം തന്നെ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹൈ പ്രൈസിലാണ് നമ്മുടെ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ആകുകയും നല്ലൊരു മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് തന്നെ ഫസ്റ്റിൽ തന്നെ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്നും എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം തുടക്കത്തിൽ തന്നെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെത്തേഡാണ് റാപ്പിഡ് സ്കിമ്മിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. Slow skimming strategy. This strategy involves launching a product at a high price with low promotion cost. The purpose of high price is to recover as much as profit as possible. Low promotion cost keeps marketing expense low. Slow skimming strategy കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിനെ ഹൈ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബട്ട് അറ്റ് ദ സെയിം ടൈം
പ്രൊമോഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിൽ ഒരു മാർക്കറ്റിൽ നിന്നും മാക്സിമം പ്രോഫിറ്റ് ആദ്യമേ തന്നെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് സ്ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷണൽ കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം കൂടുതൽ ഉണ്ടാകുകയും മാക്സിമം ഫസ്റ്റ് സ്റ്റേജുകളിൽ തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ലോ സ്കിമ്മിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി. It refers to launching the product at a low price at high promotion cost. It is for faster market penetration to get larger market share. Marketers try to expand market by increasing the number of buyers. റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ ഹൈ പ്രൊമോഷണൽ കോസ്റ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ സ്പ്രെഡ് ആക്കുക, ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോഡക്റ്റിനെ കൂടുതൽ ബയേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ പ്രൊമോഷണൽ കോസ്റ്റോടുകൂടി എത്രയും കൂടുതൽ ബയേഴ്സിനെ ഉണ്ടാക്കാമോ അത്രയും കൂടുതൽ ബയേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് റാപ്പിഡ് പെനട്രേഷൻ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജി. It prefers to introducing a product with low price and low level promotion. Low price encourages product acceptance and low promotion cost helps realizing more profit even at a low price. Slow penetration strategy എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം പ്രൊമോഷനും ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്തരത്തിൽ കുറച്ച് പ്രൊമോഷൻ കോസ്റ്റും കുറച്ച് പ്രൈസും കാരണം കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന് വില കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാകും. കാരണം നമ്മുടെ പ്രൊമോഷൻ കോസ്റ്റ് എക്സ്പെൻസ് കുറവായതുകൊണ്ട് തന്നെ എത്ര അക്സെപ്റ്റൻസ് ഉണ്ടാകുന്നു അത്രയും പ്രോഫിറ്റ് ഉണ്ടാകും. അതിനായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ കോസ്റ്റ് കുറയ്ക്കുക, പ്രൈസും കുറച്ച് വിൽക്കുക, അതിൽ നിന്നും ഒരു മോഡറേറ്റ് റേഞ്ച് ഓഫ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക. ഇതിനെയാണ് സ്ലോ പെനട്രേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. Marketing strategy for growth stage. It is the stage of rapid market acceptance. The strategy at this stage are aimed at sustaining market growth as long as possible. Market strategy for growth stage എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രോത്ത് സ്റ്റേജ് എന്നുള്ളത് റാപ്പിഡ് മാർക്കറ്റ് അക്സെപ്റ്റൻസ്, നമ്മുടെ പ്രോഡക്റ്റിനെ കൂടുതലായി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഗ്രോത്ത്, മാർക്കറ്റ് ഗ്രോത്തിനെ സസ്റ്റെയിൻ ചെയ്യുക, എത്രത്തോളം നാൾ നിലനിർത്താൻ പറ്റുമോ അത്രത്തോളം നാൾ നിലനിർത്താനുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഫോളോ ചെയ്യേണ്ടത്. The following are different strategies followed at the growth stage. Improvement in product qualities and features of the product. നമ്മുടെ പ്രോഡക്റ്റിന് നിലവിലുള്ള അക്സെപ്റ്റൻസ് കൂട്ടാനായി കൂടുതലായി പ്രോഡക്റ്റിനെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റിലേക്ക്. അതുവഴി കൂടുതൽ മാർക്കറ്റ് ഗ്രോത്ത് വീണ്ടും കൂട്ടാനായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Adding new models of product and improving appearance. നമ്മുടെ പ്രോഡക്റ്റിന് തന്നെ മറ്റ് പുതിയ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നിലവിലുള്ള അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യുക. ഇത്തരത്തിലെല്ലാം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അക്സെപ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. Entering new market segments. നിലവിലുള്ള സെഗ്മെന്റിൽ നിന്നും വ്യത്യാസകരമായി പുതിയ പുതിയ സെഗ്മെന്റുകളിലേക്ക് പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുവഴി പുതിയ പുതിയ കൺസ്യൂമേഴ്സിനെ കണ്ടെത്തുക. ഡിസൈനിങ്, ഇംപ്രൂവിങ് ആൻഡ് വൈഡനിങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ കുറച്ചുകൂടെ വൈഡൻ ചെയ്യുക, പുതിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യുക, നിലവിലുള്ളതിനെ ഇംപ്രൂവ് ചെയ്യുക, കൂടുതലായി വൈഡൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷിഫ്റ്റിംഗ് അഡ്വർടൈസിംഗ് ആൻഡ് അതർ പ്രൊമോഷണൽ എഫേർട്സ് ഫ്രം ഇൻക്രീസിംഗ് പ്രോഡക്റ്റ് അവയർനെസ് ടു പ്രോഡക്റ്റ് കൺവിക്ഷൻ. നമ്മുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ടെക്നിക്സ് നമ്മുടെ പ്രോഡക്റ്റ് അവയർനെസ്സിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റിനെ കസ്റ്റമറിലേക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അഡ്വർടൈസ്മെന്റ്സ് എല്ലാം ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ശ്രമിക്കേണ്ടത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചും പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും കസ്റ്റമറിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യേണ്ടത്. റെഡ്യൂസിംഗ് പ്രൈസ് അറ്റ് ദ റൈറ്റ് ടൈം ടു അട്രാക്ട് പ്രൈസ് സെൻസിറ്റീവ് കൺസ്യൂമേഴ്സ്. കൃത്യമായ സമയത്ത് വില കുറയ്ക്കുക. ചില കൺസ്യൂമേഴ്സ് ഹൈ പ്രൈസ് കാരണം മേടിക്കാതിരിക്കുന്നെങ്കിൽ കൃത്യമായ സമയത്ത് പ്രൈസ് കുറയ്ക്കുന്നത് മൂലം കൂടുതൽ കൺസ്യൂമേഴ്സിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. Preventing competitors to enter the market by low and high promotional efforts.
നമ്മുടെ പ്രോഡക്റ്റിന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാതിരിക്കാനായിട്ട് കൃത്യമായ രീതിയിൽ മാർക്കറ്റിംഗ് എഫേർട്സിനെ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൊമോഷനിനെ കൺട്രോൾ ചെയ്യുക. മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കൃത്യമായ രീതിയിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇത്രയും സ്ട്രാറ്റജീസ് ആണ് ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഒരു മാർക്കറ്റർ ഫോളോ ചെയ്യുന്നത്. Marketing strategies for maturity stage. The maturity stage is one where the competitors have their entry into the market. There is a severe competition among the marketers for more market share. ഒരു മെച്യൂരിറ്റി സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുക. കോമ്പറ്റീറ്റേഴ്സ്, അതായത് നമ്മുടെ പ്രോഡക്റ്റുമായി സിമിലർ ആയിട്ടുള്ള മറ്റ് കോമ്പറ്റീറ്റീവ് കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് കൊണ്ടുവരിക. ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. At this stage, the company has to adopt aggressive marketing strategies to defeat the competitors. നല്ല അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു സ്റ്റേജിലാണ്? മെച്യൂരിറ്റി സ്റ്റേജിൽ, ഹൈ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ ഹൈലി അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റീറ്ററിനെ ഡിഫീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. Following are the possible strategies followed at this stage. Market modification. This strategy is aimed at increasing sales by raising the number of brand users. It can also persuade the users to increase the usage rate. So, sales can be increased by either increasing the number of users or by increasing the usage rate per user or by both. മാർക്കറ്റ് മോഡിഫിക്കേഷൻ എന്നുള്ള സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഏത് രീതിയിലാണ്? രണ്ട് രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. ഒന്നെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നിലവിൽ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന എമൗണ്ട് കൂട്ടുക. രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്നെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ നിലവിലുള്ള കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ മാർക്കറ്റ് മോഡിഫിക്കേഷൻ്റെ അകത്ത് നമ്മൾ എയിം ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻക്രീസിങ് സെയിൽസ് ആണ്. ഏത് രീതിയിൽ? ഒന്നെങ്കിൽ കസ്റ്റമറുടെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ കസ്റ്റമർ ഉപയോഗിക്കുന്ന യൂസേജ് റേറ്റ് കൂട്ടുക. ഒരു കസ്റ്റമർ ഉപയോഗിക്കുന്ന യൂസേജ് റേറ്റ് കൂട്ടുക. രണ്ട് രീതിയിലും നമുക്ക് മാർക്കറ്റ് മോഡിഫിക്കേഷൻ കൊണ്ടുവരാം. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തും ഉപയോഗിക്കാം. പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ. It involves improving product qualities and modifying product characteristics to attract new users and more usage rate per user. പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, പ്രോഡക്റ്റിൻ്റെ പലവിധ ക്യാരക്ടറിസ്റ്റിക്സ് മോഡിഫൈ ചെയ്യുക, കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നതെല്ലാം കൊണ്ട് ഒരു പ്രോഡക്റ്റിലേക്ക് കൂടുതൽ യൂസേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക, നിലവിലുള്ള കൺസ്യൂമേഴ്സ് കൂടുതൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് യൂസേജ് റേറ്റ് പെർ യൂസർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് മിക്സ് മോഡിഫിക്കേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. Company should reasonably modify one or more elements of marketing mix to attract buyers and to fight the competitors. മാർക്കറ്റിംഗ് മിക്സിൽ തന്നെ ചേഞ്ച് വരുത്തുന്ന ഒരു സ്ട്രാറ്റജിയാണ് മാർക്കറ്റിംഗ് മിക്സ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ റീസണബിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തുക, അതുവഴി കൂടുതൽ ബയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മിക്സ് മോഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Doing nothing. It is a marketing strategy followed in the maturity stage. At this stage, it is better not to formulate any strategy. The marketer should be aware that earlier or later, the decline in the sales is certain. Hence, the marketer tries to conserve money which can be later on invested in new profitable products. മറ്റൊരു സ്ട്രാറ്റജിയാണ് ഡു നത്തിങ്, ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാനുള്ള കാരണം ഒരു മാർക്കറ്റർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ന് അല്ലെങ്കിൽ നാളെ എപ്പോഴായാലും നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ടായിരിക്കും, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഡൂയിങ് നത്തിങ് സ്റ്റേജ്. അതായത് നിലവിൽ കൂടുതൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സ്പെൻസ് കൂട്ടുന്നതിനെക്കാട്ടും നല്ലത് ആ എമൗണ്ട് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഡൂയിങ് നത്തിങ് എന്ന സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്നായാലും നമ്മുടെ പ്രൊഡക്റ്റ്
പ്രോഡക്റ്റിൻ്റെ ഡിക്ലൈൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ഡിക്ലൈൻ സ്റ്റേജ് ആണ് മുമ്പിൽ കാണുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് വരുത്താതെ ആ എമൗണ്ട് മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡൂയിങ് നത്തിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Marketing strategy for declining stage. At this stage, the company formulates various strategies. The most important task is to detect the poor products. After detecting the poor product, a company should decide whether poor products should be dropped or not. For this purpose, usually a committee is constituted and its report is obtained. On the basis the report submitted by the committee, suitable decisions are taken. ഡിക്ലൈൻ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പുവർ പ്രോഡക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മിക്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഏറ്റവും പുവർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുന്നതിൽ ഏറ്റവും പുവർ പ്രോഡക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മുമ്പോട്ട് ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗായി മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുക. ഇതിനായിട്ട് യൂഷ്വലി ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ബേസിലാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡ്രോപ്പ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത്. The strategies found by the company may be continuing with the original products, continuing the product with improvements, dropping the product. 3 തരത്തിലാണ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ബേസിൽ 3 സ്ട്രാറ്റജീസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആ പ്രോഡക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യുക വിത്ത് ദ ഒറിജിനൽ പ്രോഡക്റ്റ്. നമ്മൾ നിലവിൽ എന്താണോ സിറ്റുവേഷൻ ആ ഒരു പ്രോഡക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് ദ പ്രോഡക്ട്സ് വിത്ത് ഇംപ്രൂവ്മെന്റ്സ്. നിലവിലുള്ള ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്തി ആ പ്രോഡക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക. മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് ഡ്രോപ്പിംഗ് ദ പ്രോഡക്റ്റ്. ഇതിൽ കൂടുതലായിട്ട് എക്സ്പെൻസസ് ഒന്നും എടുക്കേണ്ട, ആ പ്രോഡക്റ്റ് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാം എന്ന രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ഡ്രോപ്പിംഗ് ദ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിക്ലൈൻ സ്റ്റേജിൽ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി. ഒന്നെങ്കിൽ ആ പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രോഡക്റ്റ് കടന്നു പോകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഒരു മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പല ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിനും അതിൻ്റെതായ സ്ട്രാറ്റജീസിൻ്റെ ആവശ്യകതയുണ്ട്. അതനുസരിച്ച് കൃത്യമായിട്ട് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്താൽ മാത്രമേ ഓരോ സ്റ്റേജും ഒരു പ്രോഡക്റ്റ് ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഓരോ സ്റ്റേജസിലും നമ്മൾ എന്തൊക്കെ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓരോ സ്റ്റേജസിനും അതിൻ്റെതായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൻ്റെ ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമേ ആ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും ചലഞ്ചസിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന് അസൈൻമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇന്ന് പറഞ്ഞതിൻ്റെ ബേസിൽ നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.